are supposed to be here till 4 o'clock. 4 മണി വരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. That's your responsibility. You are supposed to teach me English grammar. You are supposed to attend phone calls. നിങ്ങൾ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് സപ്പോസ് ടു ഉപയോഗിക്കുന്നത്. സപ്പോസ് ടു ഉപയോഗിക്കുന്ന സമയത്ത്, സപ്പോസ് ടു എഴുതുന്ന സമയത്ത് ഈസ്, ആം, ആർ പ്ലസ് സപ്പോസ് ടു ഡു സംതിങ് എന്ന് വേണം എഴുതാൻ. ഫോർ എക്സാമ്പിൾ, അവൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഷീ സപ്പോസ് ടു ഗോ നൗ. ഇപ്പൊ പോകേണ്ടതായിട്ടുണ്ട്. ഷീ സപ്പോസ് ടു ഗോ നൗ. എ ടീച്ചർ ഈസ് സപ്പോസ് ടു ടീച്ച് വെൽ. നന്നായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈസ് സപ്പോസ് ടു പ്ലസ് first form of the verb. They are supposed to prepare for final. I am supposed to finish my task by this afternoon. I am supposed to finish my task by this afternoon. I am supposed to. അതിന്റെ കൂടെ ആമും they, we, you ഇതിന്റെ കൂടെ ആറും പിന്നെ have to ആണ്. have to എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു സാധനമാണ് have to. ഹാവ് ടു എങ്ങനെയാണ് പറയാ? എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ, ഐ ഹാവ് ടു ഡു ദിസ്, എനിക്കിത് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ഒരു എസ്സേ എഴുതേണ്ടതുണ്ട്, ഐ ഹാവ് ടു റൈറ്റ് ആൻ എസ്സേ. എനിക്ക് എന്റെ ലാപ്ടോപ്പ് റിപ്പയറിന് കൊടുക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗിവ് മൈ ലാപ്ടോപ്പ് ഫോർ റിപ്പയർ. ഐ ഹാവ് ടു ഗിവ്, ഹാവ് ടു. എന്റെ സുഹൃത്തിന് ഇവിടെ വരെ വരേണ്ടതുണ്ട്, മൈ ഫ്രണ്ട് ഹാസ് ടു കം ഹിയർ. ഇങ്ങനെയാണ് ഹാസ് ടു, ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഇതും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയാൻ, ഒരു ഡ്യൂട്ടിയെ കുറിച്ച് പറയാനാണ്. ഐ ഹാവ് ടു ടീച്ച് യു, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എന്നോട് ആരോ തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണിത്. സോ ഐ ഹാവ് ബീൻ അസൈൻഡ് ടു ടീച്ച് യു. എനിക്ക് ആരോ തന്ന ഒരു ഡ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ചില സമയത്ത് നിങ്ങൾ പറയാറില്ലേ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. അപ്പോ ആരോ നിങ്ങളോട് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ, ആ ഡ്യൂട്ടിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഐ ഹാവ് ടു ബൈ സംതിങ്, ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ് ഫ്രം ഹിയർ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ നിന്ന് വാങ്ങാനുണ്ട്, വാങ്ങേണ്ടതുണ്ട്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി എന്നാണ് അർത്ഥം.